എന്താ പുതിയതായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഞങ്ങളൊരു സന്തോഷ വാർത്ത അറിഞ്ഞിട്ടല്ലേ ഇപ്പൊ വന്നിരിക്കുന്നത്. അതിനിടയില് എന്തിനാ വിഷമകരമായ കാര്യങ്ങളൊക്കെ പറയുന്നത്? നമുക്ക് വേറെ വല്ലതും പറയാം. മോളെ, ഇത് ഞാൻ നിനക്ക് വേണ്ടി കൊണ്ടുവന്ന പലഹാരങ്ങളാ. നീ ഇത് എടുത്തു വെക്കും. ചേട്ടൻ ഇവിടെ വളരെ ഹാപ്പിയാണല്ലോ. ഈ വീടുമായിട്ട് ചേട്ടൻ പൊരുത്തപ്പെട്ട് തുടങ്ങിയല്ലേ. ഞാൻ കരുതി ഇതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ ചേട്ടൻ പ്രയാസപ്പെടുന്ന. എടാ, പൊരുത്തപ്പെടാൻ പറ്റില്ല എന്നുള്ളതൊക്കെ നമ്മുടെ മനസ്സിന്റെ തോന്നല. ഏത് വീട്ടിൽ താമസിച്ചാലും അവിടെ സന്തോഷമുണ്ടെന്ന് നമുക്ക് തോന്നണം. അപ്പോ ആ വീട്ടിൽ സന്തോഷം താനേ വരും. അതെ വിശാൽ സർ, ഇവിടെ പാലും പഞ്ചസാരയും ഇല്ല. സാറ് അതൊന്ന് വാങ്ങിച്ചോണ്ട് വന്നാ ഇവർക്ക് ചായ ഇട്ട് കൊടുക്കായിരുന്നു. ഞാനേ ഇപ്പൊ വാങ്ങിട്ട് വരാം. നിങ്ങൾ എന്തായാലും ഇരിക്കെ, ഞാൻ പോയിട്ടെ പാലും പഞ്ചസാരയൊക്കെ വാങ്ങിട്ട് വരാം. ചേട്ടാ, ഞാൻ കൂടി വരാം. എന്നാ നീയും വാ. പോയിട്ടരാം. അമ്മയും വിപിനും എങ്ങനെ ഒരുമിച്ച് വന്നത്? അമ്മ അവിടെ വിശാൽ സാറിന്റെ വീട്ടിൽ പോയിരുന്നോ? ഞാൻ അങ്ങോട്ട് പോയിരുന്നു. പല്ലവിയും കൂട്ടി ഇങ്ങോട്ട് വരാന്നാ കരുതിയത്. പക്ഷെ ഒന്നും പറയണ്ട, ഞാൻ അവിടെ അവളെ കാണാൻ പോയല്ലോ എന്നായിപ്പോയി. എന്താ അമ്മേ, എന്താ പറ്റിയേ? അവളാകെ മാറിപ്പോയത് ഞാൻ അറിഞ്ഞില്ല മോളെ. അമ്മ നടന്ന എന്താന്ന് പറയേ. പറയാം. ഇത് നിങ്ങളുടെ പട്ടിക്കാടല്ല, പട്ടണോ. നിങ്ങളെപ്പോലെ അഷ്ടയ്ക്ക് വകയില്ലാത്തവർ താമസിക്കുന്ന വീടുമല്ലേ ഇത്. ഇവിടെ കോടീശ്വരന്മാരാ താമസിക്കുന്നത്. ഞാൻ ഈ കോടീശ്വര കുടുംബത്തിലെ മരുമകളാ. അതുകൊണ്ട് എന്റെ നിലയ്ക്കും വിലയ്ക്കും അനുസരിച്ചുള്ള വസ്ത്രം ധരിച്ചു വേണം നിങ്ങൾ ഇവിടെ വരാൻ. അവള് എന്റെ വയറ്റിൽ തന്നെ വന്ന് പിറന്നല്ലോന്നാ ഞാനിപ്പോ ചിന്തിക്കുന്നത്. അവള് ഇത്രയ്ക്ക് നിലമറന്നു പോയല്ലോ. അവളെ കുറിച്ച് ചിന്തിക്കുമ്പോ എനിക്ക് വല്ലാത്ത വിഷമം തോന്നുന്നു. മോളെ, അവളിപ്പോ ആപത്തിന് സ്വയം ക്ഷണിച്ചു വരുത്തുമെന്ന് തോന്നുന്നേ. അവളിപ്പോ ഗർഭിണിയായ മുത്തശ്ശൻ പറഞ്ഞ പോലെ അവളുടെ കുഞ്ഞിനും നാഗദോഷം ഉണ്ടാവും. വരുന്ന 3 പൗർണമി വരെ പല്ലവിയും വിപിനും ഒന്ന് ചേരാൻ പാടില്ലെന്ന് മുത്തശ്ശൻ കൽപ്പിച്ചിരിക്കുന്നെ. പക്ഷെ ഇതൊക്കെ ആരും അവളെ പറഞ്ഞ് മനസ്സിലാക്കുന്നത്? ഓഹോ, ഇതുകൊണ്ടാണല്ലേ ഞങ്ങളെ തടഞ്ഞത്. അതുകൊണ്ടാവും ശാന്തി മുഹൂർത്ത നാൾ രാത്രി പാമ്പ് വീട്ടിൽ വന്നതും. ഇല്ല, എന്റെ കുഞ്ഞിന് നാഗദോഷം ഉണ്ടാവാൻ പാടില്ല. പല്ലവി ഒരിക്കലും ഈ അടുത്ത് ഗർഭിണിയാകരുത്. പല്ലവി, എന്താ, എന്ത് വേണം? പല്ലവി, നീ ഇന്ന് നിന്റെ അമ്മയോട് കാണിച്ചത് വളരെ മോശമായിപ്പോയി. ഇത് പറയാനാണോ വന്നത്? അതെ, എനിക്കിത് തന്നെയാ നിന്നോട് പറയാനുള്ളത്. നിന്നെ 10 മാസം ചുമന്ന് പ്രസവിച്ച നിന്റെ പെറ്റമ്മയോടല്ലേ നീ ഈ അഹങ്കാര വർത്താനം പറഞ്ഞത്? അങ്ങനെ പറയാൻ പാടുണ്ടോ? ജീവിതത്തിൽ ഏറ്റവും ബഹുമാനിക്കേണ്ട ആളല്ലേ നിന്നെ പ്രസവിച്ച നിന്റെ അമ്മ. നീ ഇങ്ങനെ മുഖത്തടിച്ചതുപോലെ പറഞ്ഞത് അമ്മയ്ക്ക് എന്തുമാത്രം വിഷമം ഉണ്ടാക്കിയിരിക്കും.
ഓ ഞാനതൊന്നും ഗൗനിക്കുന്നില്ല. നീ ഗൗനിക്കണം. അമ്മയെ മറന്ന് നീ പെരുമാറരുത് പല്ലവി. അത് പാപോ. അമ്മ നിന്നോടുള്ള സ്നേഹം കാരണം നിന്നെ വിഷമിപ്പിക്കണ്ടെന്ന് കരുതി ഒന്നും പറയില്ലായിരിക്കാം. പക്ഷെ അമ്മയുടെ മനസ്സ് വിഷമിപ്പിച്ച അതിന്റെ ശാപം ഈ ജന്മത്തിൽ മാത്രമല്ല, ജന്മാന്തരങ്ങളോളം നിന്നെ പിന്തുടരും. അത് നീ മറക്കരുത്. പിന്നെ ശാപവും പാപവും ഈ 21-ാം നൂറ്റാണ്ടിലല്ലേ അതൊക്കെ കിട്ടാൻ പോകുന്നത്. അമ്മയായാലും ആരായാലും നിൽക്കേണ്ടടുത്ത് നിൽക്കണം. എനിക്കത് മതി. എന്തിനാ പിന്നെ അമ്മ? പല്ലവി, ദൈവത്തിന് നിരക്കാത്ത വർത്തമാനാ നീ ഇപ്പൊ ഈ പറയുന്നേ. പണം കൊടുത്ത 1000 പേരെ നിന്റെ വരുതിയിലാക്കാൻ നിനക്ക് സാധിക്കുമായിരിക്കും. പക്ഷേ അവരാരും നിന്റെ അമ്മയ്ക്ക് പകരം ആവില്ല. കണ്ടില്ലേ, പാർവതി ഗർഭിണിയാണെന്ന് അറിഞ്ഞപ്പോ പലഹാരങ്ങളുമായി ആ അമ്മ ഓടി വന്നത്. അതുപോലെ പണം കൊടുക്കുന്നവര് വരൂ. അവർക്ക് അമ്മയുടെ ആ ഒരു സ്നേഹം ഉണ്ടാവോ? ആ കരുതലുണ്ടാവോ? ഒന്നും ഉണ്ടാവില്ല. നിന്റെ ഉപദേശം നീ നിർത്തുന്നുണ്ടോ? കേട്ട് കേട്ട് തല പൊളിയോ. ഞാൻ നിർത്തി. പക്ഷെ നീ ഒന്ന് ഓർത്തോ, പെറ്റമ്മയെ വേദനിപ്പിച്ചവരാരും ജീവിതത്തിൽ നന്നായിട്ടില്ല. അമ്മയെ അവഗണിക്കുന്ന നിനക്കും അങ്ങനെ ഒരു അനുഭവം വരാതെ നീ സൂക്ഷിച്ചു. വിശാൽ സർ, എന്തായി അമ്മയുടെ തീരുമാനം? അമ്മ ഇന്ന് പോകുന്നില്ല. നാളെ രാവിലെ പോകുമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. നന്നായി. തനിക്കിപ്പോ സന്തോഷമായല്ലോ. ആ, എന്നിട്ട് അമ്മ എവിടെ? അമ്മയ്ക്ക് ചായ കൊടുത്തോ? അമ്മ ഇവിടെ ഇല്ല. അപ്പുറത്തെ ആ ജയന്തേച്ചി വന്ന് വിളിച്ചിട്ട് അവിടെ പോയിരിക്കുക. ഇന്നും ഇതുപോലെ ആരെങ്കിലുമൊക്കെ വന്നിരുന്നെങ്കിൽ കൊള്ളായിരുന്നല്ലേ? ആ ആഗ്രഹം എനിക്കും ഉണ്ട് വിശാൽ സർ. എപ്പോഴും വീട് നിറയെ ആളുകളുള്ളതാ എനിക്കിഷ്ടം. പക്ഷേ നമ്മുടെ സാഹചര്യം ഇതായി പോയില്ലേ. സാരമില്ല, വരുന്നവര് വരട്ടെ. ആരേത്? എന്താ സുരേഷ്? നമസ്കാരം സർ. നമസ്കാരം മാഡം. സുരേഷ്, ഇവിടുത്തെ സ്ഥിതിയൊക്കെ കണ്ടല്ലോ. കേറിയിരിക്കാൻ പറയാൻ ഇവിടെ ഒരു ചെയർ പോലും ഇല്ല. സോറി. അതൊന്നും സാരമില്ല സർ. എന്നാലും സാറും മാഡവും കയ്യിലുണ്ടായിരുന്ന ഭാഗ്യത്തെ ഉപേക്ഷിച്ചിട്ട് ഇവിടെ വന്ന് താമസിക്കേണ്ടിയിരുന്നില്ല. ഇവിടെ ഭാഗ്യമില്ലെന്ന് ആരാ പറഞ്ഞേ? ഇവിടെയും ഭാഗ്യം ഉണ്ടാവും സുരേഷേട്ടാ. ഉണ്ടാവട്ടെ മാഡം. ചായ എടുക്കട്ടെ? ഒന്നും വേണ്ട മാഡം, ഒന്നിനുള്ള സമയമില്ല. എനിക്ക് അത്യാവശ്യമായിട്ട് നാട്ടിലേക്കൊന്ന് പോണം. എന്തു പറ്റി സുരേഷ്? അമ്മയ്ക്ക് സുഖമില്ലെന്ന് പറഞ്ഞ് ഫോൺ വന്നു. അമ്മയ്ക്ക് എന്താ അസുഖം? ഒന്നും പറയണ്ട മാഡം, വയസ്സായില്ലേ. അമ്മയ്ക്കില്ലാത്ത അസുഖങ്ങളൊന്നുമില്ല. ഇന്നോ നാളെയൊന്നും പറഞ്ഞിരിക്കുക. പോയില്ലെങ്കിൽ ശരിയാവില്ല.
എല്ലാ കാര്യത്തിനും ഞാൻ തന്നെ വേണം. ഞാനിപ്പോ വന്നത് ഈ പെട്ടി ഇവിടെ ഏൽപ്പിക്കാനാണ്. എന്താ ഈ പെട്ടിയില്? നാളെ നമ്മുടെ കമ്പനി ഒരു ലേലത്തിൽ പങ്കെടുക്കുന്നു. അതിനുള്ള പണം ഇന്ന് തന്നെ ബാങ്കിൽ നിന്ന് എടുത്തു വെക്കാൻ മാഡം എന്നോട് ആവശ്യപ്പെട്ടു. അങ്ങനെയാ ഞാൻ ഈ പണം വിഡ്രോ ചെയ്തത്. അന്നേരമല്ലേ നാട്ടിൽ നിന്ന് ഉടനെ പുറപ്പെട്ടു വരണമെന്ന് ഫോൺ വന്നത്. 6:30 ട്രെയിനുണ്ട്. അതിൽ പോയാൽ രാവിലെ അങ്ങെത്തും. മണി ഇപ്പൊ തന്നെ 6 ഇന്നിനി മേഡത്തിന്റെ വീട്ടിൽ പോയി കൊടുക്കാന്ന് വെച്ചാ ട്രെയിൻ അതിന്റെ വഴിക്ക് അങ്ങ് പോകും. ഞാനത് മേഡത്തിനോട് പറഞ്ഞു. അപ്പം മേഡം പറഞ്ഞു പണം ഇവിടെ ഏൽപ്പിച്ചിട്ട് പോയാൽ മതിയെന്ന്. അതാ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. നാളെ സാറിത് മേഡത്തെ ഏൽപ്പിച്ചാൽ മതി. അല്ല, ഇത്രയും വലിയൊരു തുക ഇവിടെ വയ്ക്കാന്ന് വെച്ചാ, കണ്ടില്ലേ, ഇതൊരു ചെറിയ വീട്. ഇവിടെ ഈ പണം വെക്കുന്നത് അത്ര സേഫ് ഒന്നുമല്ല. ഒരു രാത്രിയുടെ കാര്യമല്ലേ ഉള്ളൂ സർ. എന്റെ സിറ്റുവേഷൻ ഇതായതുകൊണ്ടാ. സാർ ഇതിവിടെ വയ്ക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഞാൻ പിന്നെ എന്ത് ചെയ്യും? വേറെ എവിടെയും ഇത് ഏൽപ്പിക്കാൻ പറ്റില്ല. മേഡത്തെ തന്നെ ഏൽപ്പിക്കേണ്ടി വരും. അപ്പൊ പിന്നെ എന്റെ പോക്കും മുടങ്ങും. സാർ എന്നെ ഒന്ന് സഹായിക്കണം. ആ പെട്ടി ഇങ്ങ് തന്നോളൂ. പാർവതി, ഒരു രാത്രിയുടെ കാര്യമല്ലേ ഉള്ളൂ സർ. ഇത് ഇവിടെ ഇരിക്കട്ടെ. അകത്ത് കൊണ്ടുപോയി ഞാൻ ഭദ്രമായിട്ട് വെച്ചോളാം. വളരെ ഉപകാരം മേഡം. താങ്ക് യു സർ. എന്നാ പിന്നെ ഇയാള് സമയം കളയണ്ട, ചെല്ല. വേഗം റെയിൽവേ സ്റ്റേഷനിലേക്ക് വിട്ടോ. ശരി സർ. താൻ ഇതകത്തോണ്ട് വയ്ക്കുക. അവളിപ്പോ ഗർഭിണിയായ മുത്തശ്ശൻ പറഞ്ഞ പോലെ അവളുടെ കുഞ്ഞിന് നാഗദോഷം ഉണ്ടാവും. വരുന്ന 3 പൗർണമി വരെ പല്ലവിയും വിപിനും ഒന്ന് ചേരാൻ പാടില്ലെന്ന് മുത്തശ്ശൻ കൽപ്പിച്ചിരിക്കുന്നത്. പല്ലവി പ്രഗ്നന്റ് ആയിരിക്കോ? പ്രഗ്നന്റ് ആയാൽ അത് അപകടമാണല്ലോ. എന്താ സാറേ, വലിയ ചിന്തയിലാണല്ലോ. അമ്മ പറഞ്ഞ കാര്യം പല്ലവിയോട് പറഞ്ഞാലോ? അല്ല, സാർ എന്തേ ചിന്തിക്കുന്നേ? അത് വേണ്ട. പല്ലവിയോട് അത് പറയണ്ട. പറഞ്ഞിട്ടും വലിയ കാര്യം ഉണ്ടാവില്ല. എന്താ സാറേ, എന്താ ഇങ്ങനെ മിഴിച്ചു നോക്കി നിൽക്കുന്നേ? ഏയ്, ഒന്നുമില്ല. എന്തോ ഉണ്ട്. ഒന്നുമില്ല പല്ലവി. വേണ്ട, എന്നോട് പറയാൻ പ്രയാസമാണെങ്കിൽ പറയണ്ട. ഒന്നുമില്ലെന്നേ. ശരി, ആയിക്കോട്ടെ. അതെ, ഇന്ന് രാത്രി നേരത്തെ വരണം. ഓരോ നിമിഷവും വിലപ്പെട്ടതാ സാറേ. എന്തിനാ നമ്മളത് പാഴാക്കി കളയുന്നേ? ഇല്ല, നാഗദോഷമുള്ള കുഞ്ഞിനെ പല്ലവി പ്രസവിക്കാൻ പാടില്ല.
എന്തുപറ്റി അമ്മേ? അമ്മയ്ക്ക് എന്താ വിഷമം? ഏയ്, ഇത് വിഷമം കൊണ്ടുള്ള കണ്ണീരല്ല മോളെ, സന്തോഷം കൊണ്ട് കണ്ണ് നനഞ്ഞതാ. മോളെ, നിനക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യം ഈ ഇരിക്കുന്ന വിശാൽ. ഇത്രയധികം ഭാര്യയെ സ്നേഹിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരു ഭർത്താവിനെ കിട്ടാൻ പുണ്യം ചെയ്യണം മോളെ. ഏയ്, അമ്മ എന്താ ഈ പറയുന്നത്? ഞാൻ പറയട്ടെ മോനെ, ഞാൻ വെറുതെ മോനെ പുകഴ്ത്തുന്നതല്ല, നെഞ്ചു തട്ടിയ യാഥാർത്ഥ്യ പറയുന്നത്. മോനെ പോലെ കോടീശ്വരനായി ജനിച്ചു വളർന്ന ഒരാള്, ഒന്നുമല്ലാത്ത അഷ്ടിക്ക് വക പോലും തികച്ചില്ലാത്തൊരു കുടുംബത്തിലെ പെണ്ണിനെ ഭാര്യയാക്കിയത് തന്നെ വലിയ കാരുണ്യ. അതിന് ഞങ്ങളുടെ കുടുംബം ഒന്നാകെ മോനോട് എന്നും കടപ്പെട്ടിരിക്കുക. അയ്യോ, അങ്ങനെയൊന്നും പറയില്ലേ അമ്മേ. പാർവതിക്ക് എന്ത് കുറവുണ്ടെന്നാ അമ്മ പറയുന്നത്? ഒരു കുറവുമില്ല. ദേവിയുടെ അനുഗ്രഹം സിദ്ധിച്ച പാർവതിയോളം പോകുന്ന ആളാണോ ഈ ഞാൻ? ഒരിക്കലുമല്ല. എന്നെ ഭർത്താവായി കിട്ടിയത് പാർവതിയുടെ ഭാഗ്യമാണെന്ന് ഒരിക്കലും ഞാൻ പറയില്ല. പക്ഷേ പാർവതി കിട്ടിയത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമെന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാനാവും. അത് അനുഭവങ്ങൾ കൊണ്ട് ഞാൻ മനസ്സിലാക്കിയതാ. പ്രവൃത്തികൾ കൊണ്ട് പാർവതി അത് തെളിയിച്ചതാ. അമ്മ, ഈ സാർ എപ്പോഴും ഇങ്ങനെ തന്നെയാ. പലവട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട് സാറിന് കിട്ടിയത് എൻ്റെ ഭാഗ്യമാണെന്ന്. പക്ഷേ അപ്പോഴൊന്നും സാറത് സമ്മതിച്ചു തന്നിട്ടില്ല. അതാണ് മോളെ വിശാലിന്റെ മഹത്വം. ഇപ്പൊ തന്നെ നോക്ക്, നീ സ്വത്തുക്കളൊക്കെ വേണ്ടാന്ന് വെച്ച് അവിടുന്ന് ഇറങ്ങി വന്നപ്പോ വിശാലും കൂടെ ഇറങ്ങി വന്നില്ലേ? ഇവിടുത്തെ ഈ പരിമിതമായ സൗകര്യങ്ങളിൽ നിന്നോടൊപ്പം ജീവിക്കുന്നില്ലേ? നിനക്ക് വേണ്ടി യാതനകൾ സഹിക്കുന്നില്ലേ? ഇതൊക്കെ വിശാലിന്റെ മഹത്വം അല്ലാതെ മറ്റെന്താ? വിശാൽ ഇതൊന്നും മഹത്വമായി സമ്മതിച്ചു തരാത്തത് വിശാലിന്റെ എളിമയാ. അമ്മേ, അമ്മയ്ക്കറിയോ, പാർവതി ഉദരത്തിൽ പേറുന്നത് എൻ്റെ അമ്മയുടെ ആത്മാവിനെയാണെന്ന ഞങ്ങളുടെ വിശ്വാസം. മരിച്ചുപോയ എൻ്റെ അമ്മ പാർവതിയിലൂടെ പുനർജനിക്കുമെന്ന് ഞങ്ങൾ കരുതുന്നു. അതുകൊണ്ട് ഞാനീ കഷ്ടപ്പെടുന്നത് പാർവതിക്ക് വേണ്ടി മാത്രമല്ല, എൻ്റെ അമ്മയ്ക്കും കൂടി വേണ്ടിയാ. ഞാനിപ്പോൾ അമ്മയ്ക്ക് ആഹാരം വിളമ്പി തരുന്നതും അമ്മയെ കെയർ ചെയ്യുന്നതും പാർവതിയുടെ അമ്മയായിട്ട് മാത്രം കണ്ടിട്ടല്ല. അംബിക അമ്മയെ ഞാൻ എൻ്റെ അമ്മയുടെ സ്ഥാനത്ത് തന്നെയാണ് കാണുന്നത്. അമ്മ കഴിക്കണം. നമസ്കാരം. റിയ, ഇവനാണോ നീ പറഞ്ഞ കള്ളൻ? റിയ, ഇവനെ വിശ്വസിക്കാൻ കൊള്ളാവോ? നമ്മളൊരു കാര്യം ഏൽപ്പിച്ച ഇവനത് കൃത്യമായിട്ട് ചെയ്യൂ. ആന്റി, അവൻ കള്ളനല്ല, കള്ളന് കഞ്ഞി വെച്ചവനാ. മീശമാധവന്റെ ഒക്കെ ഒരു ഗണത്തിൽ പെടും.
ഇവൻ ഒരു സാധനത്തിൽ കണ്ണു വെച്ച എത്ര റിസ്ക് എടുത്തും അത് കണ്ണും കയ്യും അറിയാതെ ഇവൻ പൊക്കിയിരിക്കും. എത്ര ഹൈടെക് സെക്യൂരിറ്റി ഉള്ള വീട്ടിലും ഇവൻ നുഴഞ്ഞു കയറും. നമുക്ക് നമ്മുടെ പ്ലാൻ കൃത്യമായി നടക്കണം. അതൊരിക്കലും പാളിപ്പോരുത്. അത് നിനക്കറിയാലോ റിയ. ഞാനെല്ലാം ഇവനോട് പറഞ്ഞിട്ടുണ്ട്. മാഡം, മാഡം സമാധാനിക്കും. ആ പണം ഞാൻ അടിച്ചു മാറ്റി ഇവിടെ കൊണ്ടുവന്നിരിക്കും. ആ പണം കൈ കിട്ടിയിട്ട് എനിക്ക് എന്റെ പ്രതിഫലം തന്നാ മതി. ഇപ്പൊ ഞാൻ 5 പൈസ നിങ്ങളുടെ കയ്യിൽ നിന്ന് പ്രതിഫലം വാങ്ങുന്നില്ല. മാഡത്തിന് എന്നെ പറ്റി ശരിക്കും അറിയാഞ്ഞിട്ടാ. ശരി, നിന്നെ ഞാൻ വിശ്വസിക്കുന്നു. ആ എന്നാ ഇനി നിന്ന് സമയം കളയണ്ട. നീ വിശ്വനാഥൻ കോളനിയിൽ ചെന്ന് വിശാലിന്റെ വീട്ടിൽ നിന്ന് ആ പണം ഇങ്ങെടുത്തിട്ട് വാ. ശരി മാഡം, ഞാൻ പോയിട്ട് വരാം. എനിക്ക് തരാനുള്ള പൈസ റെഡിയാക്കി വെക്ക്.